ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണിതെന്ന് മന്ത്രി MB രാജേഷ്. വസ്തുതകൾ കാണണമെന്നും മന്ത്രി. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ കൂട്ട ആത്മഹത്യാശ്രമം. വിഷം കഴിച്ച വയോധികരായ 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. കുറ്റൂർ നൈതലക്കാവ് സ്വദേശി അരുൺ കൊലക്കേസ്. പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 1 മരണം, 8 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ തെക്കേനട ഔട്ടർ റിംഗ് റോഡിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. വാർത്തകൾ വിശദമായി. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന് ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോളെ പുതിയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. BJP കോൺഗ്രസ് വിമത സഖ്യത്തിൽ നിന്ന് മത്സരിച്ച മിനിമോൾക്കും LDFിലെ ബിന്ദു മനോജ് കുമാറിനും 11 വോട്ടുകൾ വീതം ലഭിച്ചു. നറുക്കെടുപ്പിലൂടെയാണ് മിനിമോൾ വൈസ് പ്രസിഡന്റായത്. കോൺഗ്രസ് വിമത സഖ്യത്തിലെ അക്ഷയ് സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ മറ്റത്തൂരിൽ കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം വീണ്ടും ഉയർന്നുവന്നു. BJP പിന്തുണയോടുകൂടിയാണ് ഇവിടെ പ്രസിഡന്റും അധികാരത്തിലെത്തിയത്. എതിർ സ്ഥാനാർത്ഥിക്കും എനിക്കും 11 വോട്ട കിട്ടിയത്. ദൈവത്തിന്റെ ഒരു ഒപ്പുകൊണ്ടാണ് ഞാനിപ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ പാർട്ടിയിലാണ്. ഞാൻ പാർട്ടിക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇന്നും പാർട്ടിക്കാരാണ്. ഞങ്ങളുടെ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു ആ പാർട്ടിക്ക് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP സഖ്യം ഉണ്ടോ എന്ന് CPM ആരോപിച്ചു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ തന്നെ ഇത്തരമൊരു അധാർമിക കൂട്ടുകെട്ട് നടത്തിയത് അപഹാസ്യമാണെന്ന് CPM നേതാവ് MR രഞ്ജിത്ത് പറഞ്ഞു. BJPയുടെ 4 പേരും പിന്തുണയ്ക്കുകയും അങ്ങനെ വീണ്ടും മറ്റത്തൂരിനകത്ത് കോൺഗ്രസും BJPയും ഒരുമിച്ച് ചേർന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ഈ പ്രത്യേക ദിവസമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിൻ്റെ വാർഷിക സമാധിനം ആചരിക്കുന്ന ഘട്ടത്തിൽ ആ മഹാത്മാഗാന്ധിയുടെ ഈ സമാധിനം ആചരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് ബൈ-ഇലക്ഷൻ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമാധി ദിനത്തിൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ചുകൊണ്ട RSSന്റെ പ്രത്യയശാസ്ത്രവുമായി ചേർന്നുകൊണ്ടാണ് ഇന്ന് മറ്റത്തൂർ പഞ്ചായത്തിനകത്ത് കോൺഗ്രസും BJPയും ഒരുമിച്ച് ചേർന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പരിക്കേറ്റ 2 പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെയും PSCയെ നോക്കുകുത്തിയാക്കുകയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരെയുമാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. പ്രവർത്തകരും നേതാക്കളും ബാരിക്കേഡ് മറിച്ചിടാൻ നടത്തിയ ശ്രമം ശക്തമായപ്പോഴാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത കൊള്ളയ്ക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നതെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും OJ ജനീഷ് പറഞ്ഞു. SIT അന്വേഷണം ശരിക്കും നടന്നാൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ജയിലിലാകുമെന്നും ജനീഷ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തകർ പ്രകോപിതരായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സമരക്കാരിൽ നേതാക്കൾ ഉൾപ്പെടെ ചിലരെ സമീപത്തുള്ള ടൗൺ വെസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പ്രവർത്തകർ അവിടേക്ക് തള്ളിക്കയറി പോലീസുമായി പിടിവലിയായി. ഇതിനിടെ പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് ബെന്നി ബെഹനാൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA PA മാധവൻ, മുൻ DCC പ്രസിഡന്റുമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പോലീസുമായി സംസാരിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കുകയായിരുന്നു. TCV തൃശൂർ. യൂത്ത് കോൺഗ്രസ് തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ. സമരം അടിച്ചമർത്താമെന്ന് പിണറായി വിജയൻ വ്യാമോഹിക്കേണ്ടെന്നും സമരവുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ. കുട്ടികളുടെ ഭാഗത്തുണ്ടായി. പിന്നെ സ്വാഭാവികമാണ് ഒരു പ്രതിഷേധ സമരം നടക്കുമ്പോൾ ആ സമരത്തിന് ആവേശകരമായി തള്ളിക്കയറാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ തള്ളിക്കയറാൻ ശ്രമിക്കുമ്പോഴും ഘോരമായി ലാത്തിച്ചാർജ് നടത്തി അതിനെതിരെ ഇന്ന് ബേസിക്കായിട്ട് ക്വസ്റ്റൻ എന്താ, അമ്പലക്കൊള്ള നടത്തുന്നവർക്കെതിരെ അറസ്റ്റ് ചെയ്യുമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആളുകളെ തല്ലിച്ചതയ്ക്കുക എന്നതാണ് ഈ ഗവൺമെന്റ് നയം. പിണറായി വിജയന്റെ ഈ നയം ഈ സമരത്തെ അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പിണറായി വിജയൻ ജയിക്കില്ല. അമ്പലക്കൊള്ള നടത്തിയ ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതും അതിന്റെ എല്ലാ കണ്ണുകളെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ടതുമാണ്. ഇന്ന് SIT പോലും എടുത്തുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ നമുക്കറിയാം. പലർക്കും ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലീസ് റിപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ശബരിമല കൊള്ളയെ പല രീതിയിലും ഡൈല്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് കുറ്റവാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ എത്ര ശ്രമിച്ചാലും ആ ശ്രമത്തെ ഞങ്ങൾ ശക്തമായി ചെറുക്കും. അതിനെ ചോദ്യം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ മർദ്ദിച്ചവശനാക്കാനാണ് ശ്രീ വിജയൻ വിചാരിക്കുന്നതെങ്കിൽ വിജയനെ തെറ്റുപറ്റിപ്പോയത് കേരളമാണെന്ന് വിജയൻ. ആ സമരവേദി മുതൽ ഈ പോലീസ് സ്റ്റേഷൻ വരെ പ്രവർത്തകരെ വലിച്ചഴിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ് സ്വാഭാവിക പ്രതിഷേധമുണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സഹപ്രവർത്തകയുടെ ഈ ബലപ്പെടുത്തുന്നതിൽ വീഴുകയും അവരുടെ കാര്യം പോലീസ് സ്റ്റേഷന്റെ ഭാഗമായി അവർക്ക് പരിക്കേറ്റ് പാസില്ല. കൗൺസിലർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടെ മൃഗീയമായ രീതിയിൽ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രതികരണം സ്റ്റേഷനകത്തും നടത്തേണ്ടതായി വന്നു. ലിയാസ് ബാബു എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനെ വളരെ മൃഗീയമായ രീതിയിൽ പിടിച്ചു വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് ഞാൻ അതിന്റെ വിഷയത്തിൽ ഇടപെടുന്നത്. പുറത്ത് നിന്നിരുന്ന പ്രമോദ് സംസ്ഥാന യൂത്ത് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അയാൾ സ്റ്റേഷനകത്തേക്ക് പിടിച്ചു വലിച്ച് കയറ്റുന്നതിനിടയിൽ അയാളെ ചവിട്ടുകയും നാട്ടുകൊണ്ട് കുത്തുകയും ചെയ്യുന്ന ഭാഗമായി പരിക്കായിട്ട് അയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇന്ന് നടത്തിയ സമരം പോലീസിനെതിരെ നടത്തിയ സമരം, ഇവിടെ ഈ ജില്ലക്കകത്ത് ഇന്ന് നടത്തിയ സമരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ജില്ലയിലെ ബജറ്റിനെ അവഗണിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമാണ്. ബജറ്റ് ഈ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. കഴിഞ്ഞ ജൂലൈ 30-നാണ് ബാങ്കിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഫെഡറൽ ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് രാജു S. നായരെയാണ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത്. അഡ്മിനിസ്ട്രേറ്ററെ സഹായിക്കാൻ സൌത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ K. മോഹൻ എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളായും RBI നിയമിച്ചിരുന്നു. സംസ്ഥാനത്തെ വലിയ അർബൻ ബാങ്കുകളിലൊന്നാണ് ഇരിങ്ങാലക്കുട
ITU ബാങ്ക്. ജില്ലയിൽ ചെറുതുരുത്തി മുതൽ കൊരട്ടി വരെ 19 ശാഖകളിലായി 44,000 നിക്ഷേപകരാണ് ബാങ്കിലുള്ളത്. പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് അഭിനന്ദനം ലഭിച്ചത് വലിയ കാര്യമാണെന്ന് മന്ത്രി MB രാജേഷ്. പദ്ധതിയെ തുടക്കം മുതൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർക്കുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രശംസയെന്ന് മന്ത്രി പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോൺഗ്രസും BJPയും ഈ പദ്ധതിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും വസ്തുതകൾ വസ്തുതകളായി തന്നെ കാണണമെന്നും നല്ല കാര്യങ്ങൾ തള്ളിപ്പറയരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിന്റെ ഈ നേട്ടത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്തില്ലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃക എന്ന് പ്രശംസിച്ചതായി ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. ഞാൻ ഇന്ന് രാവിലെ പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ ടെലിവിഷൻ ചാനലുകൾ കാണുകയുണ്ടായില്ല. പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന അത്തരമൊരു വാർത്ത കണ്ടതേയില്ല. നല്ല വാർത്ത ആയതുകൊണ്ടാണെന്ന് അറിയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റാൻഡാണ് എന്നാണ്. സർക്കാർ ഇതുവരെ വസ്തുതകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നും അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതിക്കെതിരെ തുടക്കം മുതലേ നിന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ പ്രതീക്ഷകളൊന്നുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ദേശീയ തലത്തിൽ സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴും കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിൽ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടി ചില വിദഗ്ധർ എന്ന് അവകാശപ്പെടുന്നവർ രംഗത്ത് വന്നല്ല. അവരുടെയും പ്രതികരണം അറിയാൻ താല്പര്യം. കേരളത്തിൽ നടക്കുന്ന നല്ലതിനെ എല്ലാത്തിനെയും ഇകഴ്ത്താൻ കണ്ണടച്ച് അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം എതിർക്കാൻ ശ്രമിക്കുന്നവർ ഇത് കണ്ണു തുറന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ജനങ്ങളിത് കാണും. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം വസ്തുതകൾ മാത്രമാണ്. ഞങ്ങൾ ഇല്ലാത്തത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാറില്ല. വസ്തുതകൾ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കപ്പെടും. ഇപ്പൊ അധികം വൈകാതെ തന്നെ അംഗീകരിക്കപ്പെട്ടു. നിയമനങ്ങളിലെ റെക്കോർഡ് നേട്ടം 2016 ശേഷം ഇതുവരെ PSC വഴി 2949 നിയമനങ്ങളാണ് എക്സൈസ് വകുപ്പിൽ നടന്നത്. ആകെ 5600 പേരുള്ള സേനയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത്രയധികം നിയമനങ്ങൾ നടന്നത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. കുറ്റാന്വേഷണ മികവിലും എൻഫോഴ്സ്മെന്റിലും കേരളത്തിലെ എക്സൈസ് സേന രാജ്യത്തെ ഏറ്റവും മികച്ച നിലവാരത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു. സേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിക്കുകയും സൈബർ വിങ്ങിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. 72 വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത്. ജാനകി, ദേവകി എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ വീടിന്റെ പുറത്ത് മൂവരെയും കാണാതിരുന്നതിനെ തുടർന്ന് സമീപവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് മൂവരെയും വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ വടക്കാഞ്ചേരിയിലെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇളയ സഹോദരി സരോജിനി മരിച്ചിരുന്നു. മറ്റ് 2 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ജീവിത നൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റൂർ നൈതലക്കാവ് സ്വദേശി അരുൺ കൊലക്കേസിൽ കുറ്റക്കാരായ 2 പ്രതികൾക്കും ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. കാവുങ്ങൽ അക്രു എന്ന വിപിൻ, പെരിങ്ങാട് വീട്ടിൽ മുജു എന്ന സുമേഷ് എന്നിവരെയാണ് 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജി K. കമനീഷ് ശിക്ഷിച്ചത്. 2010 കേസിനാസ്പദമായ സംഭവം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ അരുൺ എന്ന രഞ്ജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കുറ്റൂർ സുധാകരൻ കൊലക്കേസിനെ തുടർന്നുണ്ടായ പല കേസിൽ അവസാനം നടന്നതാണ് അരുൺ കൊലപാതകം. സുധാകരന്റെ സഹോദരപുത്രനാണ് അരുൺ. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ചു. പരിക്കേറ്റ തൃശൂർ എൽത്തുരുത്ത് സ്വദേശി കൊമ്പൻ വീട്ടിൽ ജിൽഫിനെ ആക്സ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഭർത്താവ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഒപ്പമുണ്ടായിരുന്ന ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. ചാവക്കാട് തെക്കഞ്ചേരി വെളിയംകോട് റഫീഖ് ഭാര്യ അജി എന്ന റുസീനിയാണ് മരിച്ചത്. ഭർത്താവ് റഫീഖിനെ പരിക്കുകളോടെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ ഗുരുവായൂർ തെക്കേനട ഔട്ടർ റിംഗ് റോഡിലാണ് അപകടം. റോഡിൽ പരിക്കേറ്റു കിടന്നത് കണ്ട പോലീസാണ് ആംബുലൻസ് വരുത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്ത് നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സോഡാ ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിലേക്ക് പോയിരുന്ന അരി കയറ്റിയ ലോറിയുമാണ് ഇടിച്ചത്. ഗ്യാസ് സിലിണ്ടർ ലോറിയിലെ ഡ്രൈവർ പന്തല്ലൂർ എട്ടാംപുറം സ്വദേശി ജാസൻ, സഹായി ചൊവ്വന്നൂർ കല്ലായി സ്വദേശി ഡേവിഡ് എന്നിവർ വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി. ചുമട്ട് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. രാവിലെ 7 മണി മുതലാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇതിന് തൊട്ടു മുൻപാണ് അപകടമുണ്ടായത്. സിഗ്നൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. സിഗ്നൽ സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാക്കുമെന്നും റോഡിലെ 4 ഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുമെന്നും AC മൊയ്തീൻ MLA അറിയിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനാവശ്യമായ നടപടികളൊന്നും ഇതുവരെയും റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച കിഫ്ബിയും പൊതുമരാമത്ത് അധികൃതരും കൈക്കൊണ്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. മണ്ണുത്തി ദേശീയപാതയിൽ 2 വ്യത്യസ്ത അപകടങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റു. നടത്തറയിൽ ടൂറിസ്റ്റ് ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 5 വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരിക്കേറ്റു. തമിഴ്നാട് ധർമ്മപുരിയിലെ ജയലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. നടത്തറ ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പൊന്നുകര സ്വദേശി ഡിക്സനാണ് പരിക്കേറ്റത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. 1 പവൻ സ്വർണത്തിന് 5240 കുറഞ്ഞ് 1,25,120 രൂപയായി. ഗ്രാമിന് 655 രൂപ കുറഞ്ഞ് 15,640 രൂപയുമായി. കഴിഞ്ഞ ദിവസം പവന് 1,31,160 രൂപയായിരുന്നു. കൊമ്പൻ ചോയ്സ് ആൻഡ് ഗണപതി ചരിഞ്ഞു. 55 വയസ്സായിരുന്നു. ഊട്ടോളി പ്രസാദ് എന്നായിരുന്നു പഴയ പേര്. മാപ്രാണത്തെ ആനപ്പറമ്പിൽ എരണ്ടക്കെട്ടിനെ തുടർന്ന് 45 ദിവസത്തിലധികമായി ചികിത്സയിലായിരുന്നു. മുള്ളൂർക്കര ആറ്റൂരിൽ വയോധികനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റൂർ സ്വദേശി വണ്ടിപ്പറമ്പിൽ 62 വയസ്സുള്ള ഉസ്മാനാണ് മരിച്ചത്. തളിക്കുളം പഞ്ചായത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റാൻ BJP ശ്രമിക്കുന്നുവെന്നാരോപിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. പഞ്ചായത്തിലെ 16, 17 ബൂത്തുകളിൽ അർഹരായ വോട്ടർമാരെ വെട്ടിമാറ്റാൻ BJPയുടെ നേതൃത്വത്തിൽ BLOമാർക്ക് അപേക്ഷ നൽകിയെന്നാണ് LDF ആരോപണം. ഇതേ തുടർന്ന് CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ വില്ലേജ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. CC മുകുന്ദൻ MLA, നേതാക്കളായ PK സുഭാഷിതൻ, അലോക് മോഹൻ, KK നൈസുദ്ദീൻ, TK വിമല, PS ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ അനധികൃത വിൽപ്പന നടത്തിയ മദ്യം എക്സൈസ് സംഘം പിടികൂടി. തൃശൂരിൽ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ശിവരാമൻ ടീ കടയുടെ മറവിലാണ് മദ്യം, പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നടത്തിയിരുന്നത്.
റെയ്ഡിനിടെ ഏകദേശം 6 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിവിധ ബ്രാൻഡുകളായ നിരവധി മദ്യക്കുപ്പികളും എക്സൈസ് സംഘം കണ്ടെടുത്തു. കട നടത്തിപ്പുകാരനായ ശിവരാമൻ എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കടയിലെ സഹായി ആലത്തൂർ സ്വദേശി കണ്ണൻ എന്ന സുന്ദരനെ അറസ്റ്റ് ചെയ്തു. കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നതായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എക്സൈസ് ഇൻസ്പെക്ടർ സുധീർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉമ്മർ വി എയുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ, ലത്തീഫ്, മുജീബ്, ഷൈജു എന്നിവരും റെയ്ഡിൽ ഉണ്ടായിരുന്നു. കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വൈകുന്നു. പ്രദേശത്ത് 4 വർഷമായി നാട്ടുകാർ പൊടി തിന്ന് ജീവിക്കുകയാണ്. താണിശ്ശേരി കള്ളിയാട് റോഡ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 ഏപ്രിൽ 13-നാണ് പുനർനിർമ്മാണം തുടങ്ങിയത്. എന്നാൽ 3.86 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമുണ്ട്. എന്നാൽ ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് ശേഷിക്കുന്നത് പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകി. ഇതിന്റെ നിയമപ്രശ്നങ്ങളും അനാസ്ഥയും കാരണം 2 വർഷത്തോളം നിർമ്മാണമൊന്നും നടക്കാതെ കിടന്നു. ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കരാറുകാരൻ പണികളിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിരിക്കുകയാണ്. ഇതോടെ പൊടിശല്യം മൂലമുള്ള നാട്ടുകാരുടെ ദുരിതം തുടരുമെന്നുറപ്പായി. കൂടാതെ വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ റോഡ് പണി തുടങ്ങിയിട്ട് ശരിക്കും 6 കൊല്ലം കഴിഞ്ഞു. ഇയാൾക്ക് വെള്ളം അടിക്കാനും സൗകര്യമില്ല. പ്രസിഡന്റിനെ വിളിച്ചു എല്ലാവരും ഇയാൾക്ക് വെള്ളം അടിക്കാനും സൗകര്യമില്ല. പ്രസിഡന്റിനെ വിളിച്ചു എല്ലാവരും വിളിച്ചു. അവരും പറയുന്നത് ഇത് തന്നെയാണ്. ഇതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞിരിക്കുകയാണ്. ഗ്രാമവണ്ടി ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. റോഡിന്റെ സമീപത്തുള്ളവർ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. TCV ന്യൂസ്, മാള. മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് നടത്തുന്ന 108 മണിക്കൂർ ഉപവാസ സത്യാഗ്രഹം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ആരംഭിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപവാസ സമരം ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് സമാപിക്കും. സമാപന സമ്മേളനം മുൻ മന്ത്രി VC ഖബീർ ഉദ്ഘാടനം ചെയ്യും. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് കേരള ജനതയോടുള്ള കരുതൽ മാത്രമല്ല കാര്യപ്രാപ്തിയാണെന്നും തെളിയിക്കുന്നതാണ് UR പ്രദീപ് MLA പറഞ്ഞു. അംഗനവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും പ്രതിമാസ വരുമാനം 1000 രൂപ വർദ്ധിപ്പിച്ചുവെന്നത് സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് തെളിയിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ മഹിളകൾക്കും കൈത്താങ്ങാവുന്ന സർക്കാരായി ഇടതുപക്ഷ സർക്കാർ മാറി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആർട്സ് സയൻസ് ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം, +2 വരെയുള്ള കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് എന്നിവ സ്വാഗതാർഹമാണെന്നും MLA പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. അഷ്റഫ് കാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. AB പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ബെന്നി തൊണ്ടുങ്ങൽ, VS സജീർ ബാബു, നൌഷാദ് കല്ലുപറമ്പിൽ, പിയൂസ് ഇഞ്ചക്കുണ്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കരുമത്ര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. സന്തോഷ് എറക്കാട്ട്, NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം നാളെ നടക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അഖരപ്പറ്റിയേക്കൽ സഹകാർമ്മികനായി. നടത്തു കൈക്കാരൻ KA ബേബി, കൈക്കാരന്മാരായ ജോയ് ആന്റണി, MK ജോഷി, KA രാജു, തിരുനാൾ ജനറൽ കൺവീനർ MK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 7, 8 തീയതികളിലായാണ് തിരുനാൾ.
യുവാവിനെ വടിവാളുകൊണ്ട് വധിക്കാൻ ശ്രമിക്കുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന യുവാവിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുതുരുത്തി സ്വദേശി പാളയം കാട്ടിൽ വീട്ടിൽ റജീബിനെയാണ് അറസ്റ്റ് ചെയ്തത്. SIമാരായ സതീഷ് കുമാർ, ജമാലുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡ് തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 3 ഇടങ്ങളിലായി പൈപ്പ് പൊട്ടിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ജല അതോറിറ്റി അധികൃതർ പൈപ്പ് ലൈൻ അടച്ചതോടുകൂടിയാണ് വെള്ളമൊഴുക്ക് നിലച്ചത്. പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ നണത്തറ പാലം വരെയും 4 കിലോമീറ്ററോളം ദൂരത്തിൽ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടി റോഡ് തകർന്നിട്ടുണ്ട്. ഇവിടെ അപകടങ്ങളും പതിവാണ്. നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊയ്ത്തുത്സവം നടന്നു. വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത 1.5 ഏക്കർ നെൽകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിച്ചിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീഷ്മ സലീഷ്, പ്രിൻസിപ്പൽ പ്രീതി, ഹെഡ്മിസ്ട്രസ് ഉഷ, VHSE അധ്യാപകൻ ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. MK ജോസ്, MC ഐജു, CG ജോൺ, NK കബീർ, മീന ശലമോൻ, ഷാജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല ചന്ദനക്കുടം നേർച്ച സമാപിച്ച് മണിക്കൂറുകൾക്കകം പള്ളി പരിസരത്തും നഗരത്തിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ചാവക്കാട് നഗരസഭാ നേതൃത്വത്തിൽ മാസ് ക്ലീനിംഗ് നടന്നു. മാസ് ക്ലീനിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P. യതീന്ദ്രദാസ്, K. സലാം, സുബൂറ, KP രഞ്ജിത് കുമാർ, കൌൺസിലർ MN റൌഫ്, മറ്റ് പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. മുല്ലക്കര ഷൈഖ് സയ്യിദ് മുഹമ്മദ് ഫഹീർ തങ്ങളുടെ ജാറത്തിലെ ആണ്ട് നേർച്ച ഫെബ്രുവരി 7 മുതൽ 13 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വേങ്ങര അബ്ദുൽ കബീർ നിസാമി നിർവഹിക്കും. മുല്ലക്കര മുസ്ലിം മഹൽ ജമാഅത്ത് പ്രസിഡന്റ് VM സിദ്ദിഖ്, ഭാരവാഹികളായ KM മൊയ്തീൻ, AM ഹംസ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ആചരിച്ചു. ആശുപത്രി പ്രസിഡന്റ് TK പോറിഞ്ചു ഭദ്രദീപം കൊളുത്തി. തുടർന്ന് നടന്ന പുഷ്പാർച്ചനയിൽ വൈസ് പ്രസിഡന്റ് E. സത്യഭാമ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K. രാമദാസ്, സെക്രട്ടറി MS ഡോക്ടർ വിനോദ്, PB ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കോർപ്പറേഷൻ മുനിസിപ്പൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റാലിൻ രാജഗിരി, സംസ്ഥാന ട്രഷറർ നിതീഷ് പ്രകാശ്, ജില്ലാ പ്രസിഡന്റ് ദിനേശ് പൂവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പൌരസ്ത്യ ഭാഷാധ്യാപിക സംഘടനയുടെ 78ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതിഭാസംഗമം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അതിന് നേതൃത്വം കൊടുക്കും. ഇതിലും വലിയ നേട്ടം നമുക്കുണ്ട്. ഈ സെമിനാർ ഉദ്ഘാടനത്തിലായിരിക്കുന്നു. രവീന്ദ്രൻ മാസ്റ്റർ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും ആർക്കെങ്കിലും പറയണം. കാരണം വിദ്യാഭ്യാസ നയങ്ങളുടെ അഭിനന്ദനാർഹം തന്നെയായിരുന്നു എന്ന നിലയിൽ
ചേർപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് MN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. UDF നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, സുനിൽ ലാലൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജ വിനോദ്, യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടാക്കാമ്പൽ പഞ്ചായത്തും പഴനി സാമൂഹ്യാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി ഐബ് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയ ജോട്സി പോൾസനെ ചടങ്ങിൽ ആദരിച്ചു. കടവല്ലൂർ ഏകാദശിയുടെ ഭാഗമായി നൽകിവരുന്ന മദ്ദള കലാകാരൻ കടവല്ലൂർ അരവിന്ദാക്ഷൻ 31ാമത് പുരസ്കാര സമർപ്പണവും അനുസ്മരണ സമ്മേളനവും നടന്നു. മദ്ദള കലാകാരൻ ചോറ്റാനിക്കര സുരേന്ദ്രൻ മാരാർക്ക് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പുരസ്കാരം സമ്മാനിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം മദ്ദളം വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരിദാസൻ, കടവല്ലൂർ ഗോപാലകൃഷ്ണൻ, ചോറ്റാനിക്കര സുരേന്ദ്രൻ മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻസ് ഫ്രാൻസിസ്, NR അജിത് പ്രസാദ്, NA ഹസൻ, PM സലാം, NR രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ പടിഞ്ഞാറെ കരിമ്പാടം കോൾപ്പടവിൽ പരമ്പരാഗത രീതിയിൽ കൊയ്ത്തുത്സവം നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് MK സദാനന്ദൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ, ജനപ്രതിനിധികളായ അംബിക ജോജൻ, PU അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ നെൽകൃഷി വികസന പദ്ധതികളുടെ ഭാഗമായി എള്ള് ഡെയിഞ്ച വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് സോമൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ AV വിജിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ K ഗോവിന്ദൻകുട്ടി, മണികണ്ഠൻ, ഷീജ ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സർഗവനിത തൃശൂർ ജില്ലാ സമ്മേളനം ജവഹർ ബാലഭവനിൽ നടന്നു. സർഗവനിത സംസ്ഥാന പ്രസിഡന്റ് C രമാദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പ്രസന്ന ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷീലാമണി, വൈസ് പ്രസിഡന്റ് മല്ലികാദേവൻ, അജിത നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ശിവനി പ്രസന്ന ഉണ്ണി ഇന്നത്തെ ഈ സർഗവനിത സമ്മേളനത്തിൽ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ വലപ്പാട് സ്റ്റേഷൻ SHO K അനിൽകുമാർ നിർവഹിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ, കൈക്കാരന്മാരായ ജോൺസൺ, ഡെൻസൺ ഫ്രാൻസിസ്, ജിജോ ജോസ്, ജനറൽ കൺവീനർ ഷിജോ പുത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നെ വിളിച്ച ഇങ്ങനൊരു ഫംഗ്ഷൻ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ ലഹരിവിരുദ്ധ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ അധ്യക്ഷയായി. എക്സൈസ് ഇൻസ്പെക്ടർ റിൻഡോ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, സ്ഥിരം സമിതി അധ്യക്ഷരായ നീന സുഭാഷ്, ജോളി ബാബു, PTA പ്രസിഡന്റ് MS സജീഷ്, വാർഡംഗം ബാബു വല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ആവശ്യപ്പെടുന്നതാണ്. വിളിപ്പുറത്ത് മദ്യം എത്തിക്കുന്ന മിനി ബീവറേജിന് എക്സൈസിന്റെ പൂട്ട്. സ്കൂട്ടറിലും വീട്ടിലും സൂക്ഷിക്കുന്ന മദ്യം ഡോർ ഡെലിവറി നടത്തി വന്നിരുന്ന അഴീക്കോട് മുനയ്ക്കൽ മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ കല്യാണി എന്ന ഷിനിലിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 72 കുപ്പി മദ്യം പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AV മോയിഷ്, PR സുനിൽകുമാർ, CV ശിവൻ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പാവറട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനവും അനുസ്മരണവും നടന്നു. പാവറട്ടി സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി സിജു പാവറട്ടി ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെറോം ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി സൗജന്യ വിനോദയാത്ര സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലം, വരിക്കാശ്ശേരി മന, മലമ്പുഴ സ്നേക്ക് പാർക്ക്, പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രം, ടിപ്പു സുൽത്താൻ കോട്ട തുടങ്ങിയ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു. 50 പേരാണ് യാത്രയിൽ പങ്കെടുത്തത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപതാധികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ സിസ്റ്റർ ഫോൺസി മരിയ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, കൌൺസിലർ ബിന്ദു നാരായണൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി, PTA വൈസ് പ്രസിഡന്റ് ജിഷോ S പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്ര മഹോത്സവം ശനിയാഴ്ച മുതൽ ഫെബ്രുവരി 5 വരെ ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റ് നടക്കും. ഫെബ്രുവരി 4-ന് 3 ഗജവീരന്മാരെ അണിനിരത്തി പകൽപൂരം നടക്കും. ഫെബ്രുവരി 5-ന് ആറാട്ടോടെ സമാപിക്കും. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TM മുരളി, സെക്രട്ടറി TN അശോകൻ, കമ്മിറ്റി അംഗങ്ങളായ PK തമ്പി, TA ശ്രീജിത്ത്, ക്ഷേത്രം PRO KR സത്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൃശൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക ചികിത്സ നൽകി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം CITU ജില്ലാ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നീതു വിജയൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ വൈസ് പ്രസിഡന്റ് CA തോമസ്, ശ്യാമള ബാലൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സഖരിയ അധ്യക്ഷത വഹിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ KK ലളിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അൻസമോൾ, സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആടാനും പാടാനും ചാടാനും അറിയാനും വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞുത്സവം ആഘോഷമാക്കി തീർക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ എല്ലാ കൊച്ചുമക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാറിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതി, മോട്ടോർ വാഹന വകുപ്പ്, വലപ്പാട് പോലീസ്, തൃപ്രയാർ മേഖല ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ എന്നിവർ സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത്. വലപ്പാട് SI സാബു ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രീത അധ്യക്ഷത വഹിച്ചു. ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതി സെക്രട്ടറി PK ജ്യോതി പ്രകാശ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K ദിലീപ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ TG നിഷാന്ത്, റിബിൻ രാജ്, അബിൻ ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 15,640 രൂപ, പവന് 1,20,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത് ഏപ്രിൽ 30 വരെ നീട്ടി RBI ഉത്തരവിറക്കി. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറിയത്. പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണിതെന്ന് മന്ത്രി MP രാജേഷ്. വസ്തുതകൾ കാണണമെന്നും മന്ത്രി. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ കൂട്ട ആത്മഹത്യാശ്രമം. വിഷം കഴിച്ച വയോധികരായ 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. കുറ്റൂർ നൈതലക്കാവ് സ്വദേശി അരുൺ കൊലക്കേസ്. പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 1 മരണം, 8 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ തെക്കേനട ഔട്ടർ റിംഗ് റോഡിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.